ഹായ് അപ്പം അപ്പം നമ്മൾ ഇന്നത്തെ വ്ളോഗ് എന്ന് പറയുന്നത് നമ്മൾ ഡിസ്കസിൻ്റെ അക്വേരിയത്തിൽ നമ്മൾ കുറച്ച് പ്ലാന്റും കാര്യങ്ങളും വെച്ചിട്ടുണ്ട്. അപ്പം ഇത് ഇനി നമുക്ക് വെക്കാനുള്ള ലാവ റോക്ക് എന്ന് പറഞ്ഞൊരു സംഭവമാണ്. അപ്പം അതെന്തുകൊണ്ട് ഇപ്പം വെക്കാത്തതെന്ന് ചോദിച്ചാൽ മീനെല്ലാം ഒന്ന് സെറ്റായി വരുന്നത്രേ. അപ്പോൾ നമ്മൾ ഡ്രിഫ്റ്റ് വുഡ് ഒന്ന് ജസ്റ്റ് അവിടെ വെച്ച് നോക്കിയിട്ടുണ്ട്, അതായത് ഒട്ടിച്ച് നോക്കിയിട്ടുണ്ട് എങ്ങനെ ഉണ്ടാവില്ല എന്നൊക്കെ. ഇനി അത് ഇതിലേക്ക് മാറ്റേണ്ടി വരും. സോ നമ്മൾ സ്റ്റിൽ ഇത്രയും പ്ലാൻസാണ് ഇപ്പോൾ നമ്മൾ ആഡ് ചെയ്തിട്ടുള്ളത്. സോ മീൻ കൂടിയ പോലെ നിങ്ങൾക്ക് തോന്നുന്നുണ്ടാവും. സോ അക്വേറിയം നമ്മൾ ഫുള്ള് ക്ലീൻ ചെയ്തു, ഫിൽറ്ററും ക്ലീൻ ചെയ്തു. അപ്പം ഇതൊക്കെയാണിപ്പം ടാങ്കിലുള്ള മീനുകൾ. അതുപോലെ തന്നെ നമ്മൾ ഈ അക്വേറിയത്തിൽ ചെറിയ ചെറിയ മീനുണ്ട്. റാം എന്ന് പറഞ്ഞ ബ്ലൂ റാം ഉണ്ട്, ജർമ്മൻ റാം ഉണ്ട്, പിന്നെ പീ പഫർ എന്ന് പറഞ്ഞിട്ടുള്ള മീനുണ്ട്. അത് പീ പഫർ. ഈ ചെറുതാണ്, ഇതിലൊന്നും കാണുന്നില്ല ശരിക്കും. അതായത് ഒരു മുള്ളനെ പോലത്തെ ഒരു മീൻ. ഗൈസ്, അപ്പോൾ നമ്മൾ ഈ അക്വേറിയത്തിൽ 3 ഫിൽറ്ററാണ് ചെയ്തിട്ടുള്ളത്. 2 ഹാങ് ഔട്ട് ഫിൽറ്ററും ഒരു കാനിസ്റ്റർ ഫിൽറ്ററുമാണ് ചെയ്തിട്ടുള്ളത്. പിന്നെ നിങ്ങൾ ഈ കാണുന്ന സംഭവം എന്ന് വെച്ചാൽ വേവ് മേക്കറാണ്. അതായത് അക്വേറിയത്തിൻ്റെ ഉള്ളിൽ തിര കണക്കെ കൊടുക്കുന്നൊരു സംഭവം. സോ അതെന്തിന് കൊടുക്കുന്നത് വെച്ചാൽ ഇതിൻ്റെ അടിയിൽ തീറ്റ വേസ്റ്റും കാര്യങ്ങളിലും ഉണ്ടാവും. അതൊന്ന് ഇങ്ങോട്ടേക്ക് പോയിട്ട് ആ ഫിൽറ്റർ വലിച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ് കൊടുക്കുന്നത്. സോ നമ്മൾ കുറച്ച് പ്ലാന്റ്സും കൂടെ ഇതിൽ വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതിലേതെങ്കിലും പ്ലാന്റ്സ് ഇല്ലെന്ന് കാണാം. ഇത് അനൂബിയസ് കോയിൻ ലീഫാണ്. അത് ഞാൻ ജസ്റ്റ് ഒരു റോക്കിന് അക്വേറിയം ഗ്ലൂ വെച്ച് സ്റ്റിക്ക് ചെയ്ത് വെച്ചാണ്. പിന്നെ അത് ബാക്കിലുള്ളത് ജാവ ഫേൺസാണ്. രണ്ടല്ല, അതൊരു 5-6 ചെടിയുണ്ട്. പിന്നെ ഇത് ബ്യൂസിഫലാൻഡ്ര എന്ന് പറഞ്ഞൊരു ചെടിയാണ്. അത്യാവശ്യം നല്ല ഹൈപ്പും നല്ല പ്രൈസും ഉള്ളൊരു ചെടിയാണ്. അത് 3 ടൈപ്പാണ്, പേര് എനിക്കറിയില്ല. 3 ടൈപ്പ് ഉണ്ട്. പിന്നെ ഇതും അനൂബിയാസിൻ്റെ വേറൊരു ടൈപ്പാണ് ഇതിൻ്റെ ബാക്കിലുള്ള. അത് അത്യാവശ്യം വലിയ സൈസാവും. പിന്നെ അവിടെ ഒരു പുല്ല് പോലത്തെ ഒരു ചെടി ഉണ്ടാവും, അതിൻ്റെ പേര് വാലിസ്നേരിയ എന്നാണ്. അത് അത്യാവശ്യം നല്ല ഹൈറ്റിൽ പോകും. പിന്നെ മറ്റേ അക്വേറിയത്തിലും ചെടിയുണ്ട്. അത് ജസ്റ്റ് ഈ അക്വേറിയം കാലിയാക്കി വെച്ചത് എന്താ വെച്ചാൽ ഒരു ജസ്റ്റ് ഒരു ട്രൈ പോലെ. ഇൻ കേസ് ഇതിൽ ബ്രീഡ് ആവുന്നുണ്ടല്ലോ അല്ലെങ്കിൽ എന്തെങ്കിലും അസുഖം വരുമ്പോൾ ആരെങ്കിലും ഇതിലേക്ക് ഇടാമെന്ന് വിചാരിച്ചു. പിന്നെ ഇതിൽ മുന്നേ ഷ്രിമ്പാണ്ട്, ഇപ്പോൾ മാറ്റി ഞാൻ. ഇതിലിപ്പോൾ ഇലക്ട്രിക് റാം ഉണ്ട്. ഇത് ഇലക്ട്രിക് റാം, ഇത് ജർമ്മൻ ബ്ലൂ റാം, പിന്നെ പീ പഫർ ഉണ്ട്. അതവിടെ അതിനെ കാണാൻ കുറച്ച് പണിയാണ്. കാരണം എന്ന് വെച്ചാൽ ആ ഒരു കളർ ഒരു ചെറിയൊരു ഫിഷ്. പിന്നെ ഇതിലും കുറച്ച് ടൈപ്പ് പ്ലാന്റ് ഉണ്ട്. ഇത് ജാവ മോസാണ്. പിന്നെ അതിൽ പീലിയ മോസ് ഉണ്ട്. ജസ്റ്റ് ഒരു ചിരട്ട നമ്മൾ ചിരട്ട വെച്ചിട്ടുണ്ട്. ചിരട്ടേൻ്റെ മുകളിലായില്ലേ, അതായത് നിങ്ങൾക്ക് സൂക്ഷിച്ച് നോക്കിയാൽ മനസ്സിലാവും. റിഫ്ലക്ഷൻ കുഴപ്പമില്ല. പിന്നെ ഇതിലും നമ്മൾ പ്ലാന്റ് വെച്ചിട്ടുണ്ട്. ഇത് റോട്ടല്ല ബ്ലഡ് റെഡ് എന്ന് പറഞ്ഞാൽ നല്ല റെഡ് വരുന്നൊരു ചെടിയാണ്. പക്ഷെ അതിന് ലൈറ്റ് കൊടുക്കേണ്ടി വരും എക്സ്ട്രാ. പക്ഷെ ഇതിപ്പോൾ ഇവിടെ എല്ലാം നാച്ചുറൽ ലൈറ്റിൽ വളരുന്ന പോലെ ചെയ്തിട്ടില്ല. പിന്നെ നമ്മൾ വുഡ് വെച്ചിട്ടുണ്ട്, അതായത് ജസ്റ്റ് ഡ്രിഫ്റ്റ് വുഡ് വെച്ചിട്ടുണ്ട്, ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാൻ വേണ്ടിയിട്ട്. നമ്മൾ ഈ അക്വേറിയത്തിലൊരു ഹീറ്റർ വെച്ചിട്ടുണ്ട്. പക്ഷേ ഇത് ഓൺ ചെയ്തില്ല. കാരണം എന്ന് വെച്ചാൽ അത് ഓൺ ചെയ്യേണ്ട ആവശ്യമില്ല, കാരണം ഇതിൽ മീനും കാര്യങ്ങളൊന്നുമില്ല. പക്ഷേ ഈ അക്വേറിയത്തിലെ ഹീറ്റർ എന്ന് വെച്ചാൽ നമ്മൾ 28 ഡിഗ്രി 30 ഡിഗ്രിയിലാണ് സെറ്റ് ചെയ്തിട്ടുള്ളത്. അതാണ് കുറച്ചും കൂടെ ഡിസ്കസിന് സേഫ് ആയിട്ടുള്ളൊരു ടെമ്പറേച്ചർ എന്ന് പറയുന്നത്. നമ്മൾ മെയിനായിട്ട് ഡിസ്കസിന് വേണ്ടിയിട്ടാണ് ഈ അക്വേറിയം ഉണ്ടാക്കിയത്. സോ പിന്നെ നമ്മൾ കുറേ ആൾക്കാരെ നമ്മൾ ആഡ് ചെയ്തു. എന്തുകൊണ്ടെന്ന് വെച്ചാൽ ഇതൊരു പ്രോപ്പർ എക്കോസിസ്റ്റം ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്യാനാണ് ഞാൻ വിചാരിച്ചത്. കാരണം തീറ്റ ഡിസ്കസ് ചില ടൈം ഫുള്ളായിട്ട് കഴിക്കൂല, അപ്പോൾ ബാക്കി വന്നാൽ കഴിക്കാൻ ആൾക്കാർ വേണം. പിന്നെ ഡിസ്കസിനും ഒരു കുറച്ചും കൂടെ പീസ്ഫുൾ ആയിട്ടുള്ള മീനായതുകൊണ്ട് പല ടൈപ്പ് ചെറിയ ടെട്രാസും കോറിഡോറ, പ്ലെക്കോ, അങ്ങനെ പലതും അതിൻ്റെ കൂടെ ഇട്ടാലും കുഴപ്പമുണ്ടാവില്ല. അക്വേറിയം കുറച്ചുകൂടെ ആക്റ്റീവ് ആയിരിക്കും. ഡിസ്കസ് മാത്രമായിട്ട് വെച്ചാൽ അവർ പൊതുവേ എവിടെയെങ്കിലും ഒളിക്കും. ചില ആൾക്കാർ ചില ഫിഷിനെ ബുള്ളി ചെയ്യും. അപ്പോൾ ചിലത് നല്ല ആക്റ്റീവ് ആയിരിക്കും, ചിലത് സൈഡാവും. അങ്ങനെ കുറച്ച് ഇഷ്യൂ എല്ലാം ഉള്ളതുകൊണ്ടാണ് ഞാനിപ്പോൾ പ്ലാന്റഡും അതുപോലെ കുറേ ടെട്രയും ഏഞ്ചലും എല്ലാവരും ആഡ് ചെയ്തത്. അപ്പോൾ ഇല്ലെങ്കിൽ ഒരു 5-6 ഫിഷ് മാത്രമാണ് ചിലപ്പോൾ അവർ തമ്മിൽ ബുള്ളി ചെയ്ത്, ചില ആൾക്കാർ ആക്റ്റീവ് ആയിരിക്കും, ചിലത് സൈഡാവും. അതൊക്കെ ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഇതുപോലെ കുറേ ടൈപ്പ് മീനുകൾ ഇതിൽ ആഡ് ചെയ്തത്. പിന്നെ ഓരോ മീൻ അതിൻ്റേതായിട്ടുള്ള ഫങ്ഷൻ ഉണ്ട്. ഇപ്പോൾ പ്ലെക്കോ ആണെങ്കിൽ അതിൽ വരുന്ന ആൽഗെ അതുപോലത്തെ കാര്യങ്ങൾ ക്ലീൻ ചെയ്യും, അത് കാണിക്കുന്ന പ്ലെക്കോ. പിന്നെ കോറിഡോറയുണ്ട്. കോറിഡോറ നിലത്തിലെ ഫുഡും കാര്യങ്ങളൊക്കെ കഴിക്കുന്നത്, അതായത് അത്യാവശ്യം ആക്റ്റീവായിട്ട് ഫുഡും കാര്യങ്ങളൊക്കെ കഴിക്കും. ഫുഡ് കഴിക്കുന്നില്ലെങ്കിലും ഇതുപോലെ ആയിരിക്കും അതിൻ്റെ ബിഹേവിയർ, കണ്ടിന്യൂസ്ലി എന്തെങ്കിലും ചെയ്തുകൊണ്ടിരിക്കും. പിന്നെ സ്റ്റോൺ ക്യാറ്റ് ഫിഷ് ഉണ്ട്.
ആ സൈഡിൽ ഏറ്റവും മൂലൊക്കെ ഉണ്ട്. സ്റ്റോൺ കാറ്റ് ഫിഷ് മെയിനായിട്ട് ഇതിൽ വരുന്ന ചെറിയ വേംസോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതൊക്കെ കഴിക്കും. പിന്നെ ഏഞ്ചൽ ഫിഷ് ഞാൻ ജസ്റ്റ് ഡിസ്കസിൻ്റെ ഒരു കോമ്പറ്റീഷൻ പോലെ ആവാൻ വേണ്ടിയിട്ടാണ്. ഏഞ്ചൽ കുറച്ചും കൂടെ ഫാസ്റ്റായിട്ട് ഫുഡ് കഴിക്കും. അപ്പോൾ ഡിസ്കസ് അതേപോലെ കഴിക്കാണ്ട് മെല്ലെ കഴിക്കുന്നതാണെങ്കിൽ ഇവർ ഫുള്ള് തീർക്കും. ആ ഒരു ടെൻഷൻ ഉണ്ടാവും ചിലപ്പോൾ ഡിസ്കസിന്. അതുകൊണ്ട് ഇപ്പോൾ ഫുഡ് ഇട്ടാൽ ഡിസ്കസ് അത്യാവശ്യം നന്നായിട്ട് കഴിക്കുന്നുണ്ട്. പിന്നെ അതായത് ഡിസ്കസിൻ്റെ അപ്പുറം ഈ മീനൊക്കെ സേഫാണ്, അതുകൊണ്ടും കൂടിയാണ് നമ്മൾ ഇതിനൊക്കെ ഇട്ടത്. അപ്പം നമുക്ക് ഈ അക്വേറിയത്തിൽ എന്തൊക്കെ മീനുണ്ടെന്ന് നോക്കാം. സോ ആദ്യമായിട്ട് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ പ്ലെക്കോ. ഇത് അധികം വളരാത്തൊരു ടൈപ്പ് പ്ലെക്കോ ആണ്. പൊതുവെ ആൽഗെ ക്ലീനിങ്ങും അതുപോലെ ഫുഡ് വേസ്റ്റ് അങ്ങനെ അധികം കഴിക്കില്ല, പക്ഷേ സ്റ്റിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ കഴിക്കും. പിന്നെ പ്ലാന്റിനൊക്കെ ആൽഗെ വന്നിട്ടുണ്ടെങ്കിൽ അതും കഴിക്കും. പിന്നെ ഇത് BSP ഏഞ്ചൽ എന്ന് പറയും. അത്യാവശ്യം നല്ല ആക്റ്റീവാണ്. കൈ കാണിച്ചാൽ ചിലപ്പോൾ ഇഷ്ടമാണെന്നില്ല, വരും. കൈ കാണിച്ചാൽ അതുപോലെ വരുന്ന രണ്ടാൾക്കാർ എല്ലാവരും വരും. അപ്പോൾ ഇത് ലെമൺ ടെട്ര എന്ന് പറയും. കളർലെസ് ആയിട്ടുള്ള ഒരു നല്ല കാണാൻ നല്ല ക്യൂട്ടായിട്ടുള്ള ടെട്രയാണ്. അത് ബ്ലാക്ക് നിയോൺ ടെട്ര. ഒരു പേരുണ്ട് ഇതിൽ, ബ്രീഡ് ചെയ്യുന്നില്ല, പക്ഷേ സ്റ്റിൽ ഒരു മെയിൽ ഫീമെയിലാണല്ലേ. പിന്നെ അതായത് ഞാൻ ഇങ്ങനത്തെ ഏഞ്ചലിനെ ഇതുവരെ കണ്ടിട്ടില്ല, ഇവിടെ മാത്രമാണ് കണ്ടത്. കാരണം വെച്ചാൽ ഏഞ്ചലിന് പൊതുവേ കളർ വരുന്നത് വെച്ചാൽ ആ കറുപ്പ് വെള്ള ആ ഒരു ഇത് കുറച്ച് റയറത്തിലാണ്. ഇത് റയർ ഇപ്പം അത്യാവശ്യം ഉണ്ട് നാട്ടിൽ, പക്ഷേ ഇപ്പോൾ റീസെൻ്റ്ലി കുറച്ചും കൂടെ ആൾക്കാർ എടുക്കാൻ തുടങ്ങിയ ഒരു ബ്രീഡാണ്. പക്ഷെ നമ്മൾ പണ്ട് കാലത്തെ ഏഞ്ചലിനെ വാങ്ങുമ്പോൾ ആ ഒരു കളറിലേ നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നുള്ളൂ, ബ്ലാക്ക് ആൻഡ് വൈറ്റ്. പക്ഷെ ഇപ്പം ഇങ്ങനെയൊക്കെ ആയി. പിന്നെ ഇത് മിന്നോ ടെട്ര, ആൽബിനോ ഗോൾഡൻ മിന്നോ ടെട്രയാണ് അവിടെ ഇല്ല. അതും കാണുമ്പം നമ്മളെ ഗപ്പീനെ പോലെ ഉണ്ടല്ലേ, ഏകദേശം ടെട്രയാണ്. പിന്നെ ഇതാ ക്യാമറ കാണിച്ചാൽ എല്ലാവരും അവിടത്തേക്ക് വരും. അതായത് ഇങ്ങനെ കൈ കാണിച്ചു കഴിഞ്ഞാൽ എല്ലാവരും മുകളിലേക്ക് വരും. അത്യാവശ്യം ഫ്രണ്ട്ലിയാണ് ഡിസ്കസ്. പിന്നെ അത് സെർപ്പേ ടെട്ര, അതും ലോങ് ഫിന്നായിട്ടുള്ള സെർപ്പേ ടെട്രയാണ്. അതൊരു 3 ഉണ്ട്. പിന്നെ കാർഡിനൽ ടെട്ര ഉണ്ട്, ആ ചുവപ്പ് നീലയില്ലേ, അത് ഡിസ്കസിൻ്റെ കൂടെ ഏറ്റവും ബെസ്റ്റായിട്ട് പോകുന്ന ഒരു മീനാണ്. പിന്നെ കോറിഡോറ ഒരു 2-3 ഉണ്ട് അത്യാവശ്യം നിലത്ത്. പിന്നെ ഡിസ്കസ് തന്നെ ഇതിലൊരു 6-7 ടൈപ്പായിട്ട് ഉണ്ട് ഇതിൽ. നമ്മളിപ്പം കാണിച്ചത് ഡിസ്കസിൻ്റെ കൂടെയുള്ള മീനാണ്. സോ നമുക്ക് ഏതെല്ലാം ഡിസ്കസ് ഇല്ലെന്ന് ഇനി നോക്കാം. ഇതിലിപ്പോൾ ഒരു 6-7 ടൈപ്പ് ഡിസ്കസ് ഉണ്ട്. അത് ടൈഗർ ടോർക്വേസ് ആണ്, അല്ലെങ്കിൽ ഗാലക്സി ടോർക്വേസ് പറയും, പക്ഷേ ഇത് ആക്ച്വലി ടൈഗർ ടോർക്വേസ് ആണ്. പിന്നെ ഇത് ബ്ലൂ ഡയമണ്ട് പറഞ്ഞൊരു ബ്രീഡാണ്. ആ ബ്ലൂ നല്ല ഇതിനേക്കാളും നല്ല ബ്ലൂ വരും. അത് ഒരു പെയറുണ്ട്, മെയിൽ ഫീമെയിൽ ആണോ അറിയില്ല, പക്ഷേ പെയറാവാൻ ചാൻസ് ഉണ്ട്. പിന്നെ അത് കൊബാൾട്ട് ബ്ലൂ എന്ന് പറഞ്ഞിട്ടുള്ളൊരു ബ്രീഡാണ്. പിന്നെ ഇത് ഇറപ്ഷൻ്റെ കുട്ടികളാണ്, അന്ന് നമ്മൾ വാങ്ങിയ ഇറപ്ഷൻ്റെ ഒരു 5-6 കുട്ടികളുണ്ട്. അത് കളറ് കുറച്ചും കൂടെ കഴിയും, നല്ല രസമാണ്. ഇത് പ്ലാറ്റിനം വൈറ്റ് ആണ്, ഇത് 2 പീസ് ഉണ്ട്. പിന്നെ ഇത് റെഡ് റൂബി ലെപ്പേർഡ് എന്ന് പറഞ്ഞിട്ടുള്ളതാണ്. അതിനിപ്പോൾ തന്നെ സ്പോട്ട് കാണാം, അത്യാവശ്യം നല്ല ആക്റ്റീവാണ്. ഇപ്പോൾ വരുന്നില്ല, ഏഞ്ചൽ ക്യാമറ എവിടെ കൊണ്ടായാലും വരും. ഇതാ അത്യാവശ്യം സ്പോട്ട് കാണാം അതിൻ്റെ പോയി. പിന്നെ ഇത് ടർക്കോയ്സ് തന്നെ, പക്ഷേ അത് ഹൈ ബോഡി ആയിട്ടുള്ള ടർക്കോയ്സാണ്. അതിൻ്റെ ബോഡി ഷേപ്പ് പൊതുവേ ഡിസ്കസ് പോലെ റൗണ്ട് ആയിരിക്കില്ല, ഹൈ ബോഡി എന്ന് പറയും. കുറച്ചുകൂടെ ഒരു ഷേപ്പ് വ്യത്യാസം ഉണ്ടാവും അതിൻ്റെ. അതൊരു 3 പീസ് ഉണ്ട് ഇതിൽ. പിന്നെ ഉള്ളത് ഇത് ശരിക്കും പറഞ്ഞാൽ ഇതൊരു ഗോൾഡൻ ചക്കർ ബോർഡാണ്, പക്ഷേ ഞാൻ ടെട്രാബിറ്റ്സ് കൂടുതൽ കൊടുത്തുകൊണ്ട് കളർ മാറി ഓറഞ്ചായി, ഇപ്പോൾ ഏകദേശം ഒരു റെഡ് കളറായി. പക്ഷേ കുഴപ്പമില്ല, ഫിഷ് നല്ല അടിപൊളി ഫിഷാണ്. അത് ചെറുതാണ്ട, ഈ ഒരു സൈസാണ് ഉണ്ടായി കൊണ്ടുവരുമ്പോൾ, പക്ഷേ ഇപ്പോൾ അത് നല്ല സൈസായി, പെട്ടെന്ന് വളർന്നു. പിന്നുള്ളത് അത് ബ്ലൂ റിം റെഡ് കവർന്ന അതിൻ്റെ പേരും, ആ റെഡ് ആയിട്ടില്ല കാണുന്ന ഫിഷ്. അപ്പോൾ ഇതൊക്കെയാണ് ഇതിലത്തെ മെയിനായിട്ട് ഇവനെ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ടാങ്ക് ആക്കിയത്, ഇവനും ഇതിനൊക്കെ വേണ്ടി ആക്കിയത്. അതായത് ഈ മീനുകളൊക്കെയാണ് ഫസ്റ്റ് ഇവിടെ ഉണ്ടായത്, നിങ്ങൾ വലുതായിട്ട് കാണുന്ന മീനുകൾ. 3 കൊല്ലത്തിലധികമായി ഇവനിവിടെ. അതെ. സോ ഇതാണ് ഇവിടുത്തെ ആദ്യത്തെ ഡിസ്കസ് അല്ലേ? ആദ്യത്തതല്ല, പക്ഷേ നമ്മൾ കൊണ്ടുവന്നതിൽ വലുതായതും ഇത്രയും കൊല്ലം മര്യാദ നിന്നത്. അതിന് എൻ്റെ അടുക്ക തന്നെ ഇപ്പം 3 കൊല്ലമായി, 3 കൊല്ലത്തിലധികമായി. പക്ഷേ അത് ഞാൻ കൊണ്ടുവരുമ്പോൾ തന്നെ അതിനൊരു 1-1.5 വയസ്സുണ്ടായി. ഒരു 4-4.5 വയസ്സ് എന്തായാലും ഉണ്ടാവും. അപ്പോൾ അതാ പീ പഫർ ജസ്റ്റ് അങ്ങോട്ട് ഓടിയതാ. ഇവിടെ 2-3 കാണുന്നുണ്ടോ, വരും. അത്യാവശ്യം ക്യൂട്ട് അതിനെ കാണാൻ. അതിന്റെ കണ്ണ് ഉണ്ടക്കണ്ണല്ലേ. അത് മറ്റേ ചെറിയ ഒച്ച ഉണ്ടാവില്ലേ നമ്മളെ കുളത്തിലൊക്കെ, അതിനൊക്കെ കഴിക്കും. ഇതിൽ ഞാൻ ഇട്ട് കൊടുക്കും, ഇവിടെ ഒച്ച ഉണ്ടാവും. അത് തിന്നിട്ടുണ്ടോ മിക്കവാറും. അത് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കഴിക്കുന്നത്.
പിന്നെ ഇതിൽ ഞാൻ ജസ്റ്റ് ഒരു ചിരട്ട വെച്ചതാണ്. പിന്നെ ആ ചിരട്ടേനെ മുകളിൽ ചെടിയുണ്ട്. പീലിയ മോസ് പറഞ്ഞിട്ടുള്ള മോസ്, ഇത് ജാവ മോസ്. പിന്നെ അതാ നമ്മളെ ഇലക്ട്രിക് ബ്ലൂ റാമും ജർമ്മൻ ബ്ലൂ റാമും. അത്യാവശ്യം നല്ല കളറല്ലേ, ചെറിയ പീക്കിരിയാണ്. നല്ല കളറുണ്ട്. അപ്പം നമുക്ക് തീറ്റ കൊടുക്കാൻ ഏകദേശം സമയം, അതായത് ഇടയ്ക്കിടയ്ക്ക് നമ്മൾ കൊടുക്കലുണ്ട്. സോ നമുക്ക് കൊടുത്തു നോക്കാം. അതായത് ഇങ്ങനെ വിളിക്കുമ്പം മീനൊക്കെ ഇങ്ങനെ വരും മുകളിലോട്ട്. നമുക്ക് കാണാൻ പറ്റും ഇവിടെ. നമ്മളിപ്പോൾ തീറ്റ ഇട്ട് കൊടുത്തിട്ടാണല്ലോ. അതായത് നമ്മൾ കുറേ വട്ടം കൊടുത്താലും കഴിക്കും നല്ലോണം. അതാണ് അതിന് ഡിസ്കസ് അയച്ചില്ലെങ്കിൽ ബാക്കിയില്ലേ ഏഞ്ചൽ അയക്കും. ബാക്കിയിലെ മീനെല്ലാം കഴിക്കും. അത് എന്തായാലും തീരും. അത് നമ്മൾ ഇട്ട് കൊടുത്ത എന്തായാലും അത്ര വലിയ രീതിയിൽ വേസ്റ്റ് ആവുന്നില്ല. കാരണം നമുക്ക് ഇത്രയും ഫിൽറ്ററും കാര്യങ്ങളും ഉണ്ട്, പിന്നെ വേവ് മേക്കറും ഉണ്ട്. നോക്കിയിട്ട് മാത്രമേ നമ്മൾ കൊടുക്കുള്ളൂ. അപ്പം അത്രയും കാര്യങ്ങളാണ് നമ്മൾ ഡിസ്കസിനും ബാക്കി മീനിനും വേണ്ടിയിട്ട് അക്വേറിയത്തിൽ ചെയ്തിട്ടുള്ളത്. സോ ഗൈസ്, അപ്പം നമ്മൾ ഇനി ഇവിടുന്ന് നേരെ ഫുഡ് കഴിക്കാൻ പോകണം. അങ്ങനെ നമ്മൾ സ്ഥിരം വരുന്ന സ്പോട്ടിൽ, അതായത് നിങ്ങൾ കഴിഞ്ഞ ആഴ്ച വ്ളോഗ് കണ്ടവരാണെങ്കിൽ നമ്മൾ ഈ കടയെല്ലാം കാണിച്ചിരുന്നു. ഗൈസ്, ഒരു കറുത്ത പൂച്ച. സോ നമ്മൾ ജസ്റ്റ് അപ്പം പൊള്ളിച്ച് ഓർഡർ ചെയ്തിട്ടുണ്ട്. സോ കഴിച്ചു നോക്കാം എങ്ങനെ ഉണ്ടെന്ന്. കറുത്തൊരു പൂച്ച, പക്ഷെ പേടിയാണ്. ഇതിനെക്കാട്ടും ചെറിയൊരു പൂച്ച ഉണ്ടായിരുന്നു. ഇതന്നെ. ഹായ്. നമ്മളിപ്പം ഫുഡെല്ലാം കഴിച്ച് ഇങ്ങനെ ഇറങ്ങാൻ നിൽക്കുമ്പോൾ സംഖ്യയോടെ നമ്മൾ മുന്നേ കണ്ട പൂച്ചനെ കളിപ്പിച്ചിട്ടുണ്ട്. അതല്ല, ഇവിടെ ഒരു കറുത്ത പൂച്ച മുകളിൽ കയറിയിട്ടുണ്ട്. നിങ്ങൾ കാണുന്നുണ്ടോ അറിയില്ല. ആ മരപ്പട്ടിയെന്നല്ല, പൂച്ചയാണ്. അപ്പോൾ ഇപ്പം തുള്ളുന്ന്. അതാ തുള്ളി. അതിൻ്റെ അല്ല, കണ്ണ് കണ്ട ലൈറ്റ് എത്തുന്നില്ലേ? കണ്ണ് നോക്കി. ഏടെ എത്തിനറിയാ, മുകളിലെത്തിയപ്പോഴത്തേക്ക്. മറ്റാളാണ് എന്തെല്ലാം ടൂണെല്ലാം ആക്കിയിട്ട് തിന്നുന്നുണ്ട്. പക്ഷേ അങ്ങനെ എല്ലാ പരിപാടിയും കഴിഞ്ഞ് നമ്മൾ വീട്ടിലെത്തി. ഇനിയുള്ള പരിപാടി എന്ന് വെച്ചാൽ മീനിൽ നോക്കി ഇങ്ങനെ ഇരിക്കുക എന്നല്ലാണ്ട് അതാണ്. സോ അപ്പം ഇങ്ങനെ നമ്മൾ കൈ കൊണ്ട് വിളിച്ചാൽ ഇങ്ങനെ വരും. എൻ്റെ മുകളിലേക്ക് വരുന്നത്. ഇനി നമ്മൾ ജസ്റ്റ് ഒന്ന് ലൈറ്റും കൂടെ വെച്ച് കൊടുക്കാൻ പ്ലാൻ ചെയ്യുന്നുണ്ട്. പ്ലാനിലേ ഉള്ളൂ. അധികം വൈകാതെ നമ്മൾ വീണ്ടും കുറേ പ്ലാൻസും കാര്യങ്ങളും വെച്ച് സെറ്റാക്കും. സോ അപ്പം ഈ വ്ളോഗ് വെച്ച് വൈൻഡപ്പ് ചെയ്യാം. സോ അടുത്ത വ്ളോഗായിട്ട് കാണാം. സോ ബൈ.